ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അത്ര സംഭവബഹുലമായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നും രാവിലെ എണീറ്റപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു കാം അറ്റ്മോസ്ഫിയർ അല്ലേ? പതിവ് പോലെ ജനലൊക്കെ തുറന്നിട്ടു, ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ മടക്കി വെച്ചു. ഇനി നമുക്കൊന്ന് ബ്രഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ആലോചിച്ച സമയം കളയേണ്ടി വന്നില്ല. ദോശ തന്നെ ഇന്നത്തെ മെനു. ഇവിടെ എല്ലാവർക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പതിവ് പോലെ ക്ലീനിങ് പരിപാടി തുടങ്ങാം. ഞാൻ റൂമൊക്കെ അടിച്ചിട്ടു. ഇനി ഹോളിലൊക്കെ നമുക്കൊന്ന് തുടച്ചിടാം. കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. പതിവ് പോലെ കുളി കഴിഞ്ഞ് മേധൂസ് ഉറക്കായി. ഇനി ഞാനും ഒന്ന് കുളിച്ചിട്ട് വരാം. മേധു എണീക്കുന്നതിന് മുമ്പ് നമുക്ക് അവൾക്കൊരു ഷേക്ക് അടിക്കാം. ഞാൻ അമൃതം പൊടി കൊണ്ടാണ് ഷേക്ക് അടിക്കുന്നത്. അമൃതം പൊടി ആദ്യം കുറുക്കിയെടുക്കുക, അതിലേക്ക് കുറച്ച് ഏത്തപ്പഴം, നട്ട്സ്, പാലൊഴിച്ച് ഷേക്ക് പോലെ അടിക്കാം. മേധുവിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ ഇതാണ് അവസ്ഥ. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ റൂം തന്നെയാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഒരു ദിവസത്തേക്കുള്ള എല്ലാ കണ്ടൻറ്റും പ്ലാൻ ചെയ്യുന്നതും വോയിസ് ഓവറിനുള്ള സ്ക്രിപ്റ്റ് എഴുതുന്നതും ഒക്കെ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതുപോലൊരു കംഫർട്ട് സോൺ? ഉച്ചത്തേക്കുള്ള ചോറൊക്കെ കഴിച്ചു. ഇനി കുറച്ച് നേരം നമുക്ക് മേധുവിൻ്റെ കൂടെ കളിക്കാം. കളിയൊക്കെ കഴിഞ്ഞ് മേധു വീണ്ടും ഉറക്കായിരിക്കുക. ഇപ്പോൾ സമയം 3:35. ഇനി നമുക്ക് വൈകിട്ടത്തേക്കുള്ള കുറച്ച് പണിയുണ്ട്, അതൊക്കെ വേഗം തീർത്തിട്ട് വരാം. ഏട്ടൻ വൈകിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള പുട്ടൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ 1-2 പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. മഴയൊക്കെ പെയ്തു തോർന്നു. എനിക്കങ്ങനെ വൈകിട്ട് ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ. സോ ഈവനിങ് ടീ നമുക്കിന്ന് സ്കിപ്പ് അടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.